Happy comes downstairs, distracting Willie from his memories. Happy tries to convince Willie to come upstairs and go to bed. Willie wonders aloud why he didn't go to Alaska with his brother Ben, who started with nothing and made it rich by discovering a diamond mine in Africa. അങ്ങനെ നമ്മൾ കഴിഞ്ഞ സീനിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിൻഡ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നതും ബിഫ് ഭയങ്കര റഫാണ്, ഗേൾസിനോട് മര്യാദയ്ക്ക് പെരുമാറുന്നില്ല, അങ്ങനെ എല്ലാം കേട്ടിട്ടും നമ്മുടെ ബിഫിനെ സപ്പോർട്ട് ചെയ്യുന്ന വില്ലീനെയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഹാപ്പി താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ വില്ലീനെ മെമ്മറീസിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാണ് ഹാപ്പി ചെയ്യുന്നത്. അപ്പോൾ ഹാപ്പി എന്നിട്ട് വില്ലിയോട് പറയാണ്, ഓക്കെ നമുക്ക് മുകളിലേക്ക് പോകാം, നമുക്ക് ഉറങ്ങാൻ പോവാം. വില്ലി അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് തനിക്ക് തൻ്റെ ബ്രദറായ ബെന്നിൻ്റെ കൂടെ അലാസ്കയിലേക്ക് പോകാൻ തോന്നാതിരുന്നത്. കാരണം ബെൻ ഒന്നുമല്ലായിരുന്നു, ശരിക്കും സീറോയിൽ നിന്ന് തുടങ്ങി വളരെ റിച്ചായിട്ട് മാറിയ ഒരു മനുഷ്യനാണ് വില്ലിയുടെ ബ്രദറായ ബെൻ. അപ്പം ബെൻ ആഫ്രിക്കയിലേക്കാണ് പോയത്, ആഫ്രിക്കയിൽ ചെന്ന് പെട്ടു, അവിടെ ഒരു ഡയമണ്ട് മൈനിൽ ചെന്ന് പെട്ടു, അങ്ങനെ ആൾ ഭയങ്കര റിച്ചായി. അപ്പോൾ ഇവിടെ ബെന്നാണ് ശരിക്കും പറഞ്ഞാൽ വില്ലിയുടെ ഐഡിയലൈസ്ഡ് വേർഷൻ ഓഫ് ദ അമേരിക്കൻ ഡ്രീം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് അമേരിക്കൻ ഡ്രീം എന്നുള്ള ഒരു ഇതാണ് അതിൻ്റെ മെയിൻ തീം തന്നെ. അന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഫാമിലീസ് ആയിരുന്നു മുഴുവൻ. എന്നുവെച്ചാൽ അവരുടെ ശരിക്കും പറഞ്ഞ ഒരു ഡ്രീം എന്ന് പറയുന്നത് കയറി കിടക്കാൻ നല്ലൊരു വീട്, നല്ലൊരു ജോലി, ഫാമിലിയൊക്കെ നന്നായി പോകണം, ഒരു നല്ല കുടുംബം, നല്ലൊരു സൊസൈറ്റിയിലെ ഒരു ഉയർന്ന ഒരു കുടുംബം എന്നുള്ള നിലയിലെത്താനായിരുന്നു അവരുടെ, അതാണ് ശരിക്കും ഒരു അമേരിക്കൻ ഡ്രീം. അപ്പോൾ ശരിക്കും വില്ലിയാണ് അത് ആഗ്രഹിച്ചത്, പക്ഷേ എത്തിയത് ബെന്നാണെന്നാണ് വില്ലിയുടെ പക്ഷം. അപ്പോൾ Ben is Willie's idealized version of the American dream, an adventurer who struck out into the wilderness and became fabulously wealthy. അപ്പോൾ ശരിക്കും ഒരു അഡ്വഞ്ചറർ തന്നെയായിരുന്നു ബെൻ. കാരണം വിൽഡർനെസ്സിലേക്ക്, ആ വൈൽഡ് വേൾഡിലേക്ക് ഇറങ്ങുകയും അവിടെ ഭയങ്കര വെൽത്തി ആയിട്ട് മാറുകയും ചെയ്ത ബെൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് പോയതുകൊണ്ടാണ്. ഹി റിഗ്രറ്റ്സ് സെറ്റിലിംഗ് ഫോർ ഹിസ് ലെസർ ഡ്രീം ഓഫ് ബിക്കമിങ് എ സക്സസ്ഫുൾ സെയിൽസ്മാൻ. തൻ്റെ ആ ഒരു ഡ്രീം, തൻ്റെ സക്സസ്ഫുൾ സെയിൽസ്മാൻ ആവുക എന്നുള്ള ഒരു ആ സ്വപ്നത്തെ വില്ലി പിന്നീട് കുറച്ച് കാണുകയാണ്. ഓക്കെ, അതിന് റിഗ്രറ്റ് ചെയ്യാണ്, തൻ്റെ സ്വപ്നം ഇത്ര ചെറുതായി പോയല്ലോ എന്ന് ഓർത്തിട്ട്. Charlie, who has heard the voices in Willie's house, comes over from next door to see if Willie is all right. The two men play cards. Charlie suspects from Willie's early arrival home that work is not going well for him and offers him a job. Willie refuses, taking this friendly offer as an insult to his abilities as a salesman. അങ്ങനെ ചാർലി വില്ലിയുടെ വീട്ടിൽ നടക്കുന്ന വോയിസസും ഇതെല്ലാം കേട്ടിട്ട് അവിടേക്ക് വരികയാണ്. അപ്പോൾ ചാർലി തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ വില്ലിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർലി വരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവർ രണ്ടുപേരും കാർഡ് കളിക്കുകയാണ്. അപ്പോൾ ചാർലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിയുടെ ഈ നേരത്തെയുള്ള വരവ് ശരിക്കും പറഞ്ഞാൽ സസ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പം കാരണം എന്ന് വെച്ചാൽ ഒരു സെയിൽസ്മാൻ ആകുമ്പോൾ വളരെയധികം കാശൊക്കെ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അവർ വളരെ നേരം വൈകിയേ വരുള്ളൂ. ഇതിപ്പോൾ വളരെ നേരത്തെയാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വില്ലി ഇങ്ങനെ നേരത്തെ വരുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു സസ്പെക്റ്റ് ഒരു സിറ്റുവേഷനായിട്ട് നമ്മുടെ ചാർലിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ചാർലി ഒരു ചെറിയൊരു ജോബ് വില്ലിക്ക് ഓഫർ ചെയ്തു. കാരണം വില്ലി ഇത്രയും ഏജ്ഡ് ആയല്ലോ, ഇനിയിപ്പം സെയിൽസ്മാനായിട്ട് പോവുക എന്ന് പറയുന്നതും ആൾക്കാരെ കണ്ടുപിടിക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര യാത്രയുള്ള ഒരു ജോബാണ്. പക്ഷെ വില്ലിക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട്ലി ഓഫർ, ചാർലി കൊടുത്ത ഈ ഫ്രണ്ട്ലി ഓഫർ ഒരു ഇൻസൾട്ടായിട്ടാണ് തോന്നിയത്. കാരണം ഇത് തൻ്റെ എബിലിറ്റി, തൻ്റെ സെയിൽസ്മാൻ എന്നുള്ളൊരു എബിലിറ്റിനെ ഇൻസൾട്ട് ചെയ്യണ പോലെയാണ് നമ്മുടെ വില്ലിക്ക് തോന്നിയത്. വില്ലി റെഫ്യൂസസ് ചാർലീസ് ഓഫർ ബിക്കോസ് ഹി തിങ്സ് ദാറ്റ് എ മാൻ മസ്റ്റ് ബി സെൽഫ് സഫിഷ്യൻറ്റ് ആസ് ബെൻ വാസ്. വില്ലിയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷനാണോ അല്ലെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം, ബെന്നിനെ പോലെ. He also sees accepting the offer as giving upon his dream. അതേപോലെ തന്നെ തൻ്റെ സ്വപ്നത്തിന് ഒരു വിലങ്ങുതടിയായിട്ടാണ് ഈ ഒരു ഓഫറിനെ നമ്മുടെ വില്ലി കണ്ടത്. He can't bear to give upon the dream that is the only thing he has left, even if the dream itself is the cause of his problems. തൻ്റെ പ്രോബ്ലംസിനൊക്കെ കാരണമായത് ഈ ഡ്രീമാണ്. എന്നാലും അതിനെ വിടാൻ, ശരിക്കും പറഞ്ഞാൽ താൻ ആദ്യമായിട്ട് കണ്ടൊരു സ്വപ്നമാണല്ലോ, അതിനെ വിടാൻ നമ്മുടെ വില്ലി ഒരുക്കമല്ല. Willie asks Charlie what he thinks of the new ceiling Willie has put up. Charlie shows interest, but Willie quickly turns on him, mocking Charlie because he can't handle tools.
അപ്പോൾ വില്ലി ചാർലിയോട് ചോദിക്കുകയാണത്, ഞങ്ങൾ പുതിയ സീലിംഗ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചാർലി ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആയ ഇറ്റ്സ് ഗുഡ്. പക്ഷേ വില്ലി അപ്പോഴേക്കും ആളെ കളിയാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർലിക്ക് ഇതേപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ വർക്കുകളൊന്നും അറിയില്ല, ചെയ്യാനറിയില്ല. അപ്പം ഈ സെയിങ് ദാറ്റ് ഹി കാൺ ഹാൻഡിൽ ടൂൾസ് എന്ന് നമ്മുടെ വില്ലി ചാർലിയുടെ മുഖത്തോക്കി പറയാണ്. Like his flute-making father, Willie enjoys making things, but his salesman job involves creating nothing and selling only himself. His regret and insecurity at having given upon that aspect of himself are evident in his nasty treatment of Charlie. ശരിക്കും വില്ലിയുടെ ഫാദർ ഒരു ഫ്ലൂട്ട് മേക്കർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ക്രാഫ്റ്റ് വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വില്ലിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വില്ലി ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വില്ലിയുടെ സെയിൽസ്മാൻ ജോബ് എന്ന് പറയുന്നത് ഒട്ടും ക്രിയേറ്റീവ് അല്ലാത്തൊരു ജോബാണ്. അതിൽ ശരിക്കും പറഞ്ഞ ആവശ്യം എന്ന് പറയുന്നത് തന്നെ സെല്ല് ചെയ്യുക, എന്നുവെച്ചാൽ തൻ്റെ സാധനങ്ങളൊക്കെ മാക്സിമം സെല്ല് ചെയ്യുക, തന്നെ ഇങ്ങനെ കൊണ്ടുപോയി അവരുടെ മുമ്പിൽ നിന്ന് സെല്ല് ചെയ്യുക എന്നുള്ളൊരിതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിഗ്രറ്റ് ശരിക്കും പറഞ്ഞാൽ വില്ലിക്ക് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫ്ലൂട്ട് മേക്കറായ ഭയങ്കര റിച്ച് ആയുള്ളൊരു ഫാദർ, പക്ഷേ അതിൻ്റെ ഇടയിൽ താൻ മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത്. അപ്പം ആൻഡ് ഇൻസെക്യൂരിറ്റി അറ്റ് ഹാവിങ് ഗിവൻ അപ്പോൺ ദാറ്റ് ആസ്പെക്ട് ഓഫ് ഹിംസെൽഫ് ആർ എവിഡൻറ്റ് ഇൻ ഹിസ് നാസ്റ്റി ട്രീറ്റ്മെൻറ്റ് ഓഫ് ചാർലി. അതുകൊണ്ട് തന്നെ ചാർലിയോടുള്ള ഈ നാസ്റ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെ ശരിക്കും വില്ലി കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഇൻസെക്യൂരിറ്റീസ് ആയിട്ടാണ് നമ്മൾ ഓഡിയൻസ് കാണുന്നത്. ഇൻ എ കൈൻഡ് ഓഫ് ഡേ ഡ്രീം, വില്ലീസ് rugged, dignified older brother Ben appears on stage. Willie tells Charlie that Ben died only a few weeks ago in Africa. In his grogginess, he talks to Charlie and Ben at the same time. He becomes confused and accuses Charlie, who has just won a hand, of playing the game wrong. Charlie leaves angry at the insult from Willie and disturbed that Willie is talking to his dead brother as if he is in the room. അങ്ങനെ ഒരു ഡേ ഡ്രീമിൽ വിട്ടുകയാണ് വില്ലി. അപ്പം ചാർലിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു ഡേ ഡ്രീമിൽ വിടുകയാണ്, ഒരു പകൽ സ്വപ്നത്തിൽ വിടുകയാണ്. അപ്പോൾ വില്ലിയുടെ അടുത്ത് ബെൻ എന്നുള്ള തൻ്റെ ഓൾഡർ ബ്രദർ അപ്പിയർ ചെയ്യുകയാണ്. അത് വില്ലിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ചാർലിക്ക് കാണാൻ പറ്റില്ല. കാരണം വില്ലിയുടെ മനസ്സിലാണ് ആൾ അപ്പിയർ ചെയ്യുന്നത്. വില്ലി ചാർലിയോട് പറയാണ്, ബെൻ മരിച്ചിട്ട് കുറച്ച് ആഴ്ചകളെ ആയിട്ടുള്ളൂ, മരിച്ചത് ആഫ്രിക്കയിലാണ്. അപ്പം നമ്മുടെ ചാർലിയോട് ആൾ സംസാരിച്ച് കഴിഞ്ഞിട്ടും ചാർലിയോടും ബെന്നിനോടൊക്കെ സെയിം ടൈമിൽ ഒരേ സമയത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വില്ലിക്ക് തന്നെ കൺഫ്യൂഷനായി. അതുകൊണ്ട് അങ്ങനെ ചാർലിനെ അക്യൂസ് ചെയ്യാണ്. കാരണം ചാർലി കള്ളകളി കളിച്ചു അതിൻ്റെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം വില്ലിയുടെ മനസ്സ് സ്റ്റേബിൾ അല്ല. അപ്പം ചാർലി ചെയ്യുന്നതൊന്നും അംഗീകരിക്കാനും അതേപോലെ ചാർലി ചെയ്യുന്നതിൽ കള്ളകളി കളിച്ചിട്ടാണ് താൻ ജയിച്ചത് എന്നൊക്കെ പറയാണ് വില്ലി. ചാർലി അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ഇൻസൾട്ടഡ് ആയിട്ട് അവിടെ നിന്ന് ലീവ് ചെയ്യാണ്. കാരണം വില്ലി തൻ്റെ ഡെഡ് ബ്രദറിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് റൂമിലുള്ള പോലെ. Ben is the ideal of everything that Willie wishes he was: wealthy, strong and manly. Yet his appearance in Willie's dreams, coupled with Willie's bullying treatment of Charlie and his disregard for Charlie's skill at cards, suggests that Ben may not be that great an example to follow. അങ്ങനെ ബെന്നാണ് ശരിക്കും പറഞ്ഞാൽ വില്ലിയുടെ ഒരു ഐഡിയൽ ഒരു പേഴ്സൺ. അപ്പോൾ കാരണം വില്ലി ആഗ്രഹിച്ചതൊക്കെ ബെൻ നേടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വെൽത്തി ആയി, ആൾ സ്ട്രോങ് ആയി, ആൾ മാൻലി ആയി, ആൾ ഒരു സൊസൈറ്റിയിലെ ആളൊരു റെസ്പെക്റ്റഡ് പേഴ്സണായി. അപ്പോൾ ആ ഒരു വില്ലി ആഗ്രഹിച്ച എന്തൊക്കെയാണോ അതൊക്കെ ബെൻ നേടി. എന്നിട്ടും appearance in Willie's dreams, coupled with Willie's bullying treatment of Charlie and his disregard for Charlie's skill at cards. അപ്പോൾ ചാർലി ഭയങ്കര ശരിക്കും കാർഡുകൾ നന്നായിട്ട് കളിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ വില്ലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളി ചെയ്യുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു ചീത്ത ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ചാർലിക്ക് കൊടുത്തത്. കാരണം ചാർലി അത്രമാത്രം സ്കിൽഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. സജസ്റ്റ് ദാറ്റ് ബെൻ മെ നോട്ട് ബി ദാറ്റ് ഗ്രേറ്റ് ആൻ എക്സാമ്പിൾ ടു ഫോളോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെന്നാവില്ല, ചിലപ്പോൾ ചാർലിയും തന്നെക്കാളും വലിയൊരു ലൈക്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ശരിക്കും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ വില്ലി ലോമൻ്റെ തിരിച്ചറിവാണ് ശരിക്കും പറഞ്ഞാൽ ചാർലിയെ ഇൻസൾട്ട് ചെയ്യാനുള്ള വില്ലി ലോമൻ്റെ ഒരു റീസൺ ശരിക്കും. Now alone, Willie remembers a time when Ben visited the house. In the memory, the two of them discussed their family history with Linda.
Ben left home when Willie was nearly 4 years old to look for their father, who had abandoned them and gone to Alaska. His sense of geography was so poor, however, that he ended up in Africa and made a fortune in diamond mines. Willie and Linda are impressed. അപ്പോൾ ഇപ്പോൾ വില്ലി ഒറ്റയ്ക്കാണ്, ചാർലി പോയല്ലോ. അപ്പോൾ വില്ലി ഇങ്ങനെ ആ സമയം ഇങ്ങനെ റിമെമ്പർ ചെയ്യാണ്, ഓർമ്മിക്കുകയാണ്. കാരണം ബെൻ വിസിറ്റ് ചെയ്ത തൻ്റെ വീട്ടിലേക്ക് ബെൻ വിസിറ്റ് ചെയ്ത സമയം ഓർക്കുകയാണ്. അപ്പോൾ ആ ഒരു മെമ്മറിയിൽ എന്ന് പറയുന്നത് അവർ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ലിൻഡയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബെൻ തൻ്റെ ഫാമിലി ഹിസ്റ്ററി അവർ ഡിസ്കസ് ചെയ്യാണ് ലിൻഡയുമായിട്ട്. അപ്പോൾ ബെൻ ശരിക്കും വില്ലിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ ബെൻ ലെഫ്റ്റ് ഹോം വെൻ വില്ലി വാസ് നിയർലി 4 years old to look for their father. അപ്പോൾ ബെൻ ശരിക്കും അവരുടെ വീട്ടിൽ നിന്ന് വില്ലിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് പുറപ്പെട്ടു പോകുന്നത്. അത് അവൻ്റെ അച്ഛനെ തേടിയാണ് പോകുന്നത്. അയാളുടെ അച്ഛനെ തേടിയാണ് അയാൾ പോകുന്നത്. കാരണം അയാളുടെ അച്ഛൻ ഇവരെയൊക്കെ വിട്ട് അലാസ്കയിലേക്ക് പോയി എന്നുള്ളൊരു ഇതിൽ അലാസ്കയിലേക്കാണ് നമ്മുടെ ബെൻ പോകുന്നത്. പക്ഷേ ആളുടെ സെൻസ് ഓഫ് ജോഗ്രഫി ഭയങ്കര മോശമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സെൻസ് നമ്മുടെ ബെന്നിന് ഇല്ലാതെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ എവിടെയാണ് എത്തിയത്? ആഫ്രിക്കയിലാണ് എത്തിയത്. അവിടെ ഡയമണ്ട് മൈൻസിൽ നിന്നാണ് ഫോർച്യൂൺ ഉണ്ടാക്കിയത്. അപ്പോൾ വില്ലിയും ലിൻഡിയും ഇതിൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അതിൻ്റെ ഇടയിൽ നടക്കുന്നൊരു കോൺവെർസേഷനാണ്. വില്ലി വാസ് abandoned by both his father and older brother, foreshadowing his own final act of the play. The ludicrous luck that led to Ben's success has warped Willie's sense of what's important. Now he sees luck and charisma as more important than such things as Charlie's lifetime of work. അപ്പം വില്ലി ശരിക്കും ആളുടെ അച്ഛനാലും പിന്നെ തൻ്റെ ഓൾഡർ ബ്രദറിനാലും എബണ്ടൻ്റായിട്ട് ജീവിച്ചൊരു കുട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പോയി, അവരെ ഇട്ടിട്ട് ഫാമിലീനെ ഇട്ടിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ വില്ലിക്ക് അതിൻ്റേതായ കുറച്ച് മെൻ്റലി കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. ആ ഒരു ലക്ക് തനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് വില്ലിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം വില്ലിയുടെ ആ ഒരു ബെന്നിൻ്റെ സക്സസ് എന്ന് പറയുന്നത് വില്ലിയുടെ സെൻസ് ഓഫ് വാട്ട്സ് ഇമ്പോർട്ടൻറ്റ് തന്നെ വാർപ്പ് ചെയ്ത് കളഞ്ഞു, അത് ചേഞ്ച് ചെയ്ത് കളഞ്ഞു. നൗ ഹി സീസ് ലക്ക് ആൻഡ് കരിസ്മ ആസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സച്ച് തിങ്സ് ആസ് ചാർലീസ് ലൈഫ് ടൈം ഓഫ് വർക്ക്. എന്നുവെച്ചാൽ ചാർലി പറയുന്ന ഒരു ഇതുണ്ട്, ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്ത് ജീവിക്കുക, റെസ്പെക്ട്ഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ളത്. ആ ഒരു ഇത് മാറ്റി ശരിക്കും ലക്കിനും കരിസ്മയ്ക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അപ്പിയറൻസിനും ലക്കിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് നമ്മുടെ വില്ലി ലോമന് തോന്നിപ്പോയി. കാരണം ഇത് വർക്ക് ചെയ്തിട്ടൊന്നും ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല, ലക്ക് വേണം, അല്ലെങ്കിൽ ആ കരിസ്മ അത് ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ വളരെയധികം ഇതിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയായി പിന്നെ വില്ലി ലോമന്. Willie calls Biff and Happy into the room and asks Ben to tell them about their grandfather. Ben describes a very great and a very wild-hearted man who traveled through America in a wagon with his family selling the flutes that he made. He says that their father made more money in a week than Willie will make in a lifetime. Willie sees the gap between himself and his father, a craftsman whose product, or so the flute music in the play score suggests, has outlived him. Notice how Ben bullies and mocks Willie, just as Willie bullied and mocked Charlie. അങ്ങനെ വില്ലി ബിഫിനെയും നമ്മുടെ ഹാപ്പീനെയും റൂമിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ബെന്നിനോട് പറയാണ്, അവരോട് നമ്മുടെ അച്ഛനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ എന്ന് പറയാണ്. അപ്പോൾ ബെന്നെ ഡിസ്ക്രൈബ് ചെയ്യാണ്, ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഭയങ്കര വൈൽഡ് ഹാർട്ടഡ് മാനാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ. ആൾ അമേരിക്കയിലൂടെ യാത്ര ചെയ്ത് ഒരു വേഗണിൽ യാത്ര ചെയ്ത് താൻ തന്നെ ഉണ്ടാക്കിയ ഫ്ലൂട്ട്സ് വിറ്റ് അങ്ങനെയാണ് ആൾ കാശുണ്ടാക്കിയത്. നമ്മുടെ ഫാദർ വില്ലി ഉണ്ടാക്കിയതിനേക്കാളും വില്ലി ഒരു ലൈഫ് ടൈം ഉണ്ടാക്കുന്നതിനേക്കാളും അധികം പണം നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വില്ലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഫാദറിൻ്റെയും തൻ്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പ് കാണിക്കുകയാണ്. ഓക്കെ, ആ ഒരു ക്രാഫ്റ്റ്സ്മാൻ ആളുടെ പ്രോഡക്റ്റ് താൻ കൈകൊണ്ട് ഉണ്ടാക്കിയ ആ ഫ്ലൂട്ട് എന്ന് പറയുന്നത്, ആ മ്യൂസിക് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയൊക്കെ മറികടന്നു പോയി തൻ്റെ ആ ഒരു ഫാദർ, തൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. ശരിക്കും ബെൻ ബുള്ളി ചെയ്യാണ് വില്ലീനെ. കാരണം വില്ലി ചാർലീനെ ബുള്ളി ചെയ്യുന്നതിന് സിമിലറായിട്ട് തന്നെ ബെൻ ബുള്ളി ചെയ്യാണ്. കാരണം അച്ഛൻ വില്ലീനേക്കാളും
നല്ലതായിരുന്നു, അല്ലെങ്കിൽ വളരെ സ്മാർട്ടായിരുന്നു, വളരെ സക്സസ്ഫുൾ ആയ ഒരു മനുഷ്യനാണ്. വില്ലി ഉണ്ടാക്കുന്ന ലൈഫ് ടൈമിൽ ഉണ്ടാക്കാൻ ഇടയില്ലാത്ത അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആ ഒരു പൈസയേക്കാളും കൂടുതൽ ഒരാഴ്ച കൊണ്ട് നമ്മുടെ അച്ഛൻ ഉണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ വില്ലിയുടെയും ബെന്നിൻ്റെയും അപ്പൻ ഉണ്ടാക്കിയിരുന്നു. Willie boasts that his sons are also rugged. To test his claim, Ben begins to mock wrestle with Biff and then trips the boy and threatens him by hovering the point of his umbrella over Biff's eye. He gives Biff this lesson: never fight fair with a stranger. Willie, still anxious to impress Ben, even though by now Linda is afraid of Ben, tells him that the family hunts snakes and rabbits in Brooklyn. Willie desperately needs the approval of Ben, who was a father figure to him. But Ben is here revealed as a cruel, nasty man, and so Willie's desire to emulate Ben makes Willie a bully too. Willie mentions hunting in Brooklyn to display his wild side, but Brooklyn is no Alaska. അങ്ങനെ വില്ലി ബൂസ്റ്റ് ചെയ്യണം തൻ്റെ സൺസും വളരെ റഗിഡാണ് എന്നുള്ളത്. അപ്പം ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെൻ എന്ത് ചെയ്തു, അവരെ ഒരു മോക്ക് റെസലിന് വിളിച്ചു. അപ്പോൾ ആദ്യം ബിഫിനെയാണ് വിളിച്ചത്. അപ്പം ആ ഒരു ബോയ്സിനെ ഇങ്ങനെ മോക്ക് റെസലിന് വിളിച്ച് അവരെ ത്രെറ്റൻ ചെയ്യാണ്. And then trips the boy and threatens him by the hovering the point of his umbrella over Biff's eye. അങ്ങനെ ആ കൊച്ചിനെ തട്ടിയിട്ടിട്ട് ബിഫിനെ തട്ടിയിട്ടിട്ട് അപ്പം ത്രെറ്റൻ ചെയ്യാണ്. ആളുടെ അംബ്രലയുടെ ആ പോയിന്റ് ആയിട്ടുള്ള സ്ഥലം കൊണ്ട് ആളുടെ ബിഫിന്റെ കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ത്രെറ്റൻ ചെയ്യാണ്. ഹി ഗിവ്സ് ബിഫ് ദിസ് ലെസൺ. ബിഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെന്നിനോട് തോറ്റുപോയി. അപ്പോൾ ബിഫിന്റെ കണ്ണിലിങ്ങനെ ഇത് പിടിച്ചിട്ട് നമ്മുടെ ബെൻ പറയാണ്, നെവർ ഫൈറ്റ് ഫെയർ വിത്ത് എ സ്ട്രേഞ്ചർ. ഒരു സ്ട്രേഞ്ചറിനോട് നമ്മളിങ്ങനത്തെ കരുണയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കാനേ പാടില്ല. നെവർ ഫൈറ്റ് ഫെയർ വിത്ത് എ സ്ട്രേഞ്ചർ. വില്ലി സ്റ്റിൽ ആൻഷ്യസ് ടു ഇംപ്രസ് ബെൻ, even though by now Linda is afraid of Ben, tells him that the family hunts snakes and rabbits in Brooklyn. വില്ലി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര ആൻഷ്യസ് ആയിട്ട് ബെന്നിനെ ഇംപ്രസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഈവൻ ദോ ബൈ നൗ ലിൻഡ ഈസ് അഫ്രൈഡ് ഓഫ് ബെൻ. അപ്പോൾ ലിൻഡയ്ക്ക് ബെന്നിനെ പേടിയായി. ഇത് ഈ ഓർമ്മകളൊക്കെ ശരിക്കും പറഞ്ഞാൽ വില്ലിയുടെ തലയിൽ കൂടെ പോകുന്നതാണ്. ലിൻഡയ്ക്ക് ബെന്നിനോട് പേടിയാവുന്നതും കാരണം ബെൻ വിസിറ്റ് ചെയ്ത സമയം നമ്മുടെ വില്ലി ഓർക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നടന്ന കാര്യങ്ങളാണ്. കാരണം തട്ടിയിട്ട് കഴിഞ്ഞപ്പം ലിൻഡയ്ക്ക് പേടിയായി ബിഫിനെ തട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ പറയാണ് ഫാമിലി ഹണ്ട് സ്നേക്സിനെയും റാബിറ്റ്സിനെയും ബ്രൂക്ലിനിൽ ഹണ്ട് ചെയ്യാൻ ഫാമിലി പോവാറുണ്ട് എന്ന് പറയാണ്. വില്ലി ശരിക്കും ഡെസ്പറേറ്റ്ലി ആ ഒരു ബെന്നിൻ്റെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ചേട്ടൻ തന്നെ അംഗീകരിക്കുന്നതായിട്ട് വില്ലി കാണുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗീകരിക്കുമോ അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കുമോ, അംഗീകരിക്കണം എന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമാണ് വില്ലിക്ക്. ശരിക്കും ബെൻ എന്ന് പറയുന്നത് ഒരു ഫാദർ ഫിഗറിനെ പോലെയാണ് നമ്മുടെ വില്ലി നോക്കിക്കാണുന്നത്. കാരണം 4 വയസ്സുള്ളപ്പോഴാണ് ബെൻ വീട് വിട്ടിറങ്ങുന്നത്. അപ്പോൾ ഒരു ഫാദർ ഫിഗറിനെ പോലെയാണ് വില്ലി കാണുന്നത്. പക്ഷെ ബെൻ ഇവിടെ ഒരു ക്രൂവലായിട്ടാണ് ആളുടെ മുമ്പിൽ എത്തിയത്, ഒരു നാസ്റ്റി മാനായിട്ട്. ആൻഡ് സോ വില്ലീസ് ഡിസയർ ടു എമുലേറ്റ് ബെൻ മേക്സ് വില്ലി എ ബുള്ളി ടു. അങ്ങനെ വില്ലി മെൻഷൻസ് ഈ ഒരു ബ്രൂക്ലിനിലെ ഹണ്ടിങ്ങിനെ കുറിച്ചും വൈൽഡ് സൈഡിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രൂക്ലിൻ്റെ പോലെയല്ല അലാസ്കയുടെ പോലെയല്ല ബ്രൂക്ലിൻ. Younger Charlie enters and warns Willie not to let his son steal anymore from the construction site nearby. Willie, still trying to impress Ben, brags that his sons are fearless characters. Charlie counters that the jails are full of fearless characters. Ben laughs at Charlie and says that so is the stock exchange. Before leaving to catch his train, Ben praises Willie on how manly his boys are. Willie, pleased, asks Ben what he should teach his boys about life. Ben repeats his own success story. Willie is left with the idea that to succeed is to walk into a jungle and come out rich. അങ്ങനെ നമ്മുടെ യങ് ചാർലി, ഓക്കെ, ചാർലി യങ് ആയിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ സമയത്ത് എൻ്റർ ചെയ്യാണ്. എന്നിട്ട് വില്ലിയോട് പറയുകയാണത് നിങ്ങളുടെ മക്കൾ അവിടുന്ന് മോഷ്ടിക്കുന്നുണ്ട്, അപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് അടുത്തുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കരുതെന്ന് അവരോട് പറയണമെന്ന് പറയണം. അപ്പോൾ ബെന്നിനെ ഇംപ്രസ് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ് നമ്മുടെ വില്ലി. അപ്പോൾ വില്ലിയെ ബ്രാഗ് ചെയ്യാണ് ദാറ്റ് എൻ്റെ മക്കൾ ഒരു പേടിയില്ലാത്ത ക്യാരക്ടേഴ്സാണെന്ന് ബ്രാഗ് ചെയ്യാണ്. ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പറയാണ്, ഭയങ്കര വലിയ കാര്യമായിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ ചാർലി പറയാണ് ജയിലിൽ മുഴുവൻ ഈ ഫിയർലെസ് ക്യാരക്ടേഴ്സാണ്, ഒരു പേടിയില്ലാത്ത ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ബെന്ന് ഈ ചാർലിയുടെ ഈ ഒരു ജോക്കിനോട് പ്രതികരിക്കുകയാണ്, അളിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അങ്ങനെ തന്നെയാണ്, ഫുൾ ഓഫ് ഫിയർലെസ് ക്യാരക്ടേഴ്സ്.
ആ ട്രെയിനിലാണ് നമ്മുടെ ബെൻ തിരിച്ചു പോകുന്നത്. ഇറങ്ങുന്നതിന് മുമ്പ് ബെൻ വില്ലിയെ പ്രൈസ് ചെയ്യാണ്. തൻ്റെ ബോയ്സ് എത്ര മാൻലി ആണ് എന്ന് ബെൻ അവരെ ബിഫിനെ കുറിച്ചും ഹാപ്പിയെ കുറിച്ചും പ്രൈസ് ചെയ്യാണ്. അപ്പോൾ വില്ലി ഭയങ്കര പ്ലീസ്ഡ് ആയി. കാരണം വില്ലിക്ക് എന്തെങ്കിലും ഒരു അപ്രിസിയേഷൻ ബെന്നിൻ്റെ നിന്ന് കിട്ടണമായിരുന്നു. അങ്ങനെ ബെന്നിനോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അപ്പോൾ ബെൻ തൻ്റെ സക്സസ് സ്റ്റോറി അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വില്ലിക്ക് ആ കൂടി മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു വാക്ക് ഇൻ ടു എ ജംഗിൾ ആൻഡ് കം ഔട്ട് റിച്ച്, എന്നിട്ട് അവിടുന്ന് റിച്ചായിട്ട് പുറത്തേക്ക് വരിക. ഇതാണ് ശരിക്കും നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വില്ലീസ് ഐഡിയാസ് അബൌട്ട് ദ ട്രെയ്റ്റ്സ് നെസസറി ഫോർ സക്സസ് ആർ ഡയറക്ട്ലി ട്രേസബിൾ ടു ബെൻ, ഈവൻ ദോ ടു ദ ഓഡിയൻസ് ബെൻ നൗ കംസ് അക്രോസ് ആസ് എ blowhard who doesn't recognize the role that dumb luck played in his own success. Willie then passes on these traits to his own sons in the belief that they will make them success. Instead of correcting Biff's recklessness and dishonesty, he praises it. അങ്ങനെ വില്ലിയുടെ ഐഡിയ ഈ ഒരു എന്താ പറയുക, സക്സസ്സിന് വളരെ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലിയുടെ ഐഡിയ എന്ന് പറയുന്നത് ബെന്നിന് എന്തൊക്കെയാണോ ഉണ്ടായേ അതൊക്കെ തന്നെയാണ് ഈ ശരിക്കും വേണ്ടത് എന്നാണ് വില്ലിയുടെ പക്ഷം. ഓഡിയൻസിന് ശരിക്കും ബെൻ എന്ന് പറയുന്നത് ഒരു ബ്ലോ ഹാർഡാണ്. കാരണം ആ ഓഡിയൻസ് കണക്കാക്കുന്നത്, ബെന്നിനെ കണക്കാക്കുന്നത് ഒരു ഡമ്മാണ്, ഒരു പൊട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത്, തൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞ ഒരു ലക്കിലൂടെയാണ് ബെൻ ഇത്രയും വെൽത്തി ആയത് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയത്, റിച്ച് ആയത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പോലും ബെന്നിന് ഇല്ലല്ലോ എന്നുള്ള ഒരു ഇതാണ് ഓഡിയൻസിന്. അപ്പോൾ വില്ലി ദെൻ പാസസ് ഓൺ ദീസ് ട്രെയ്റ്റ്സ് ടു ഹിസ് ഓൺ. അപ്പം വില്ലി എന്താ വിചാരിക്കുന്നത്, ബെൻ പറഞ്ഞതാണ് കറക്റ്റ്. അപ്പോൾ ഈ ട്രെയ്റ്റ്സ് ബെൻ പറഞ്ഞ ഈ ലക്ക് അല്ലെങ്കിൽ ഈ കരിസ്മ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഫോറസ്റ്റിലേക്ക് കയറി പോകുന്നു, അവിടുന്ന് റിച്ചായിട്ട് ഇറങ്ങി വരുന്നു എന്നുള്ള ഈ ട്രെയ്റ്റ്സ് എല്ലാം തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇൻ ദ ബിലീഫ് ദാറ്റ് ദേ വിൽ മേക്ക് ദം സക്സസ് ഇൻസ്റ്റെഡ് ഓഫ് കറക്റ്റിംഗ് ബിഫ്. അതുകൊണ്ട് തന്നെ ബിഫിൻ്റെ ഓരോ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നതിന് പകരം ഡിസോണസ്റ്റി, ആളുടെ മോഷ്ടിക്കുന്നതിനൊക്കെ പറയുന്നതിന്, അതിനൊക്കെ ചീത്ത പറയുന്നതിന് പകരം ആളെ ശരിക്കും പറഞ്ഞാൽ പ്രൈസ് ചെയ്യാണ് നമ്മുടെ വില്ലി ലോമൻ ചെയ്യുന്നത്.